കോൺഗ്രസ് ഫണ്ട് പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് പ്രവർത്തനരഹിതമായ വിഷയത്തിൽ മറുപടിയില്ലാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. KPCC പറയുമെന്ന് പറഞ്ഞ് വി ഡി സതീശൻ ഒഴിഞ്ഞുമാറി. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഈ തട്ടിപ്പിൻ്റെ കഥകൾ പുറത്തു വരുമ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച്, ഈ ആപ്പിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിച്ചത്, ഒഴിഞ്ഞുമാറിയത്? ഷമി, സാധാരണയായി കോൺഗ്രസ് പ്രതിസന്ധിയിലാവുന്ന വിഷയങ്ങളിൽ കൃത്യമായൊരു മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം സാധാരണയായി ഒഴിഞ്ഞു മാറാറുള്ള ആ തന്ത്രം തന്നെ ഇന്നും പ്രയോഗിക്കുകയാണ്. നമ്മൾ ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യം, അതിൻ്റെ മറുപടി KPCC പറയും എന്നാണ് സതീശൻ പറഞ്ഞത്. ഇത് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം, ഈ ഫണ്ട്, ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് പിരിച്ച് ആ ഫണ്ടെല്ലാം KPCC ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആപ്പ് എന്തിനു വേണ്ടി ഉപയോഗിച്ചോ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോഴും ഈ ഫണ്ട്, ഇതിൽ എത്ര ഫണ്ട് സ്വരൂപിച്ചു എന്ന കാര്യത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ആ ചോദ്യത്തിനും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. അതെല്ലാം KPCC നേതൃത്വം പറയും, ഞാനത് പറയേണ്ടതല്ല എന്ന രീതിയിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതിനുശേഷം തന്നെയുമല്ല, കൈരളിയാണ് ചോദ്യം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം കൈരളിയെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം മറ്റ് സർക്കാർ പുനരധിവാസം നടപ്പാക്കിയിട്ടില്ല എന്നൊക്കെ ആരോപിക്കാനും ശ്രമിച്ചു. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ആപ്പ് പ്രവർത്തനരഹിതമായ വിഷയത്തിൽ തന്ത്രപൂർവ്വം ഈ വിഷയത്തിൽ നിന്ന്, ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വി ഡി സതീശൻ ചെയ്തത്. നിലവിൽ ആപ്പ് 1 വർഷത്തോളമായി പ്രവർത്തനരഹിതമാണ്. കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഈ ഒരു ആപ്പ് പ്രവർത്തിച്ചിട്ടില്ല. ഒരു സ്ക്രീൻ മാത്രമായിട്ടാണ് അത് ലഭ്യമാകുന്നത്. ആ സ്ക്രീനിൽ മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇവർ എത്രത്തോളം ഫണ്ട് ആപ്പ് വഴി പിരിച്ചു എന്നതിൻ്റെ തെളിവുമില്ല, അതിൻ്റെ രേഖകളുമില്ല. യൂത്ത് കോൺഗ്രസ് ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആപ്പ് പ്രവർത്തനരഹിതമായ വാർത്തകൾ കൂടി വരുന്നത്. ഇതിലും വളരെ തന്ത്രപൂർവ്വം തന്നെ ഒഴിഞ്ഞു മാറുകയാണ് വി ഡി സതീശൻ ചെയ്തത്. ഷമി.